ക്രിസ്മസ് ഇങ്ങ് എത്താറായി. ഈ ആഘോഷവേളയിൽ തയ്യാറാക്കാവുന്ന ചില സ്പെഷ്യൽ വിഭവങ്ങളുമായാണ് ഇന്ന് വനിത നിങ്ങളുടെ മുന്നിലെത്തുന്നത്. സാധാരണയായി നമ്മൾ കേക്കും വൈനും ഒക്കെ ഈ ഒരു സമയത്ത് തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഇന്ന് ചില വെറൈറ്റി ഡിഷുകൾ നമുക്ക് പരിചയപ്പെടാം. ഹലോ ഫ്രീഡ. ഹായ് ഗോപിക. അപ്പൊ ആദ്യം എന്ത് വിഭവമാണ് തയ്യാറാക്കുന്നത്? നമുക്ക് ആമണ്ട് ഏപ്രിക്കോട്ട് ബ്രെഡ് ചെയ്യാം. ശരി. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാമോ? അതിന് ഡോയിന് വേണ്ടി നമുക്ക് മൈദ വേണം. മൈദ, ബട്ടർ, പഞ്ചസാര, ഈസ്റ്റ്, മുട്ട, പാല്, അത്രയും സാധനങ്ങളൊക്കെ. ഓക്കെ, ആദ്യം ഒരു മൈദ ആവശ്യത്തിനുള്ളത് നമ്മൾ അളന്ന് നമ്മുടെ പ്രോസസ്സറിനകത്ത് ഇടും. ഓക്കെ, 1.25 കപ്പ് മൈദയാണ് ചേർക്കുന്നത് ആദ്യമേ അല്ലേ? അതെ. അതിനകത്ത് പാല് 1/3 കപ്പ് മിൽക്കിനകത്തോട്ട് 1.5 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഷുഗറും ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ സോൾട്ട് ഇടണം. അപ്പൊ ഈ പാല് ചൂടായിരിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, ചെറിയ വോമായിട്ടുള്ള പാലിനകത്താണ് ഈസ്റ്റ് മിക്സ് ചെയ്യുന്നത്. പിന്നെ 40 ഗ്രാം തോഡ് ബട്ടർ. വി നീഡ് 1 egg. അതെല്ലാം കൂടെ മിക്സ് ചെയ്യാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ കുഴയുന്നില്ല എന്ന് തോന്നിയാൽ അന്നേരം നമുക്കൊരു ശകലം പാല് വീതം ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനും കൂടെ നന്നായിട്ട് ഉരുണ്ട് വരും. ഇങ്ങനെയാണ് ഈ മാവ്. നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല പ്ലയബിൾ ആൻഡ് സോഫ്റ്റ് ഡോ ആക്കി അതിനെ ഉരുട്ടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെ ഒരു കണ്ടെയ്നറിനകത്ത്, നല്ല എയർ ടൈറ്റ് ഒരു കണ്ടെയ്നറിനകത്ത് വെച്ച് നമ്മൾ പൊങ്ങാൻ വെക്കണം. അതൊരു 1.5-2 മണിക്കൂറോളം ചിലപ്പോൾ എടുക്കും. 2 മണിക്കൂർ വേണം. ഇത് ഞാൻ ഒരു 1.5 മണിക്കൂർ മുമ്പേ കുഴച്ച് വെച്ചതാണ്. അത് ഇപ്പം ഡബിളായിട്ട് പൊങ്ങി. നമ്മളൊരു ഫിംഗർ അകത്ത് വെച്ച്, ഇഫ് ദ ഇൻഡന്റേഷൻ എന്ന് പറയും അതിന്, ഇത് ക്ലോസ് അപ്പ് ചെയ്യാതെ ആ ഹോൾ അങ്ങനെ തന്നെ നിന്നാൽ ദാറ്റ് ഷോസ് ദാറ്റ് ദ ഡോ ഈസ് റെഡി. കൈ അങ്ങനെ കുത്തി നോക്കുക. ആൻഡ് വൺസ് അതങ്ങനെ പൊങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനെ രണ്ടാമത് പഞ്ച് ഡൗൺ ചെയ്യണം. അതിനെ ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദി ഒറിജിനൽ വോള്യൂം. ഇനിയിപ്പോൾ ഈ ഡോയ്ക്കകത്ത് ഡോ പരത്തിയിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്ത് നമ്മൾ അതിനെ ഉരുട്ടിയിട്ട് അതിനെ ബ്രീഡ് ചെയ്യും. അപ്പൊ അടുത്ത പ്രോസസ്സിലേക്ക് നമുക്ക് കടന്നാലോ? അതെ. അപ്പൊ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? സെക്കൻഡ് സ്റ്റേജിൽ ഏപ്രിക്കോട്ട്സ്, ഡ്രൈഡ് ഏപ്രിക്കോട്ട്സ് ഓറഞ്ച് ജ്യൂസിനകത്ത് ഇട്ട് തിളപ്പിക്കണം. ഈ ചോപ്ഡ് ഏപ്രിക്കോട്ട്സ്, അത് എത്ര ഗ്രാം അളവുണ്ടോ അങ്ങനെ പ്രത്യേകമായിട്ട്? ഏപ്രിക്കോട്ട്സ് 3/4 കപ്പ് വേണം. ആൻഡ് 2/3 കപ്പ് ഓറഞ്ച് ജ്യൂസും വേണം. ആൻഡ് ഇത് ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കണ്ട, ഒറ്റ തിളപ്പിച്ചേച്ച് നമുക്ക് ഓഫ് ചെയ്ത് വെക്കണം. പക്ഷെ ആറുന്നത് ഏപ്രിക്കോട്ട് ആ ജ്യൂസിനകത്ത് കിടന്ന് തന്നെ വേണം, എന്നാലേ അത് ഗ്ലേസ് മാറ്റാൻ പാടില്ല. അത് മാറ്റിയാൽ പിന്നെ ആ ഗ്ലേസ് ശരിയാവത്തില്ല. സോ അപ്പം അത് നമ്മൾ തിളപ്പിക്കാൻ വെക്കുക. ഓക്കെ, അപ്പൊ ഇനി ഇപ്പൊ അതിന്റെ ഫില്ലിങ്ങിന് യു നീഡ് 85 grams ഓഫ് ബട്ടർ. ഇതിന് യൂസ് ചെയ്യുന്ന ബട്ടർ നമുക്ക് അൺസോൾട്ടഡ് ബട്ടറാണ് വേണ്ടിയത്. അതിനകത്ത് 1/2 കപ്പ് ഓഫ് ബ്രൗൺ ഷുഗർ. 1/2 കപ്പ് അല്ലേ? അതിനകത്ത് ഓറഞ്ച് പീൽ വേണം. ഓറഞ്ചിന്റെ തൊലി നമ്മൾ ചേരേണ്ടത്. അത് എത്ര സ്പൂൺ അങ്ങനെ അളവ്? ഇല്ല, ഒരു ഓറഞ്ചിന്റെ എന്നുള്ള കണക്കാണ്. നല്ല സ്മൂത്ത് ആയിട്ട് ആ മിക്സ്ചർ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് പൊടിച്ചു വെച്ചേക്കുന്ന കാഷ്നട്ട് ആമണ്ട് പൗഡർ
അപ്പൊ കാഷ്യൂനട്ടിന്റെ ആൽമണ്ടിന്റെയും പൗഡർ എത്ര കപ്പാണ്? അത് 1/3 കപ്പ്. 1/3 കപ്പ് മതി. അതും കൂടി ഇതിന്റെ This is to give body to the mixture. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 60 grams ഓഫ് ചോപ്ഡ് ഡേറ്റ്സ്, കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, കുറച്ച് ചെറീസ്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്താണോ അത് ചെയ്യാം. എന്താ ഉള്ളതെന്ന് വെച്ചാൽ യു ഡോണ്ട് ഹാവ് ടു വറി ദാറ്റ് ഇന്നത് ഇല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏപ്രിക്കോട്ട് തിളപ്പിച്ച് വെച്ച ഏപ്രിക്കോട്ട് ആറി ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഏപ്രിക്കോട്ട്സ് മാത്രം ഇതിനകത്ത് വെക്കും. സിറപ്പ് നമ്മൾ റിസർവ് ചെയ്യും. നമ്മുടെ ഏപ്രിക്കോട്ട് അതിപ്പോ തിളച്ചു. നമ്മളത് ഓഫ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ഇരുന്നത് കൂളാവണം. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത് അതെടുത്ത് ഇതിനകത്തോട്ട് ചേർക്കും. സോ യുവർ മിക്സ് ഇസ് റെഡി. കൂളാവാൻ വേണ്ടി നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ഏപ്രിക്കോട്ട് റെഡിയായി, ഇപ്പം കൂളായി. ഇനി അതിനെ ഡ്രെയിൻ ചെയ്തിട്ട് വി ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ ടു ദ റെസ്റ്റ് ഓഫ് ദ മിക്സ്ചർ. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് അത് പഞ്ച് ഡൗൺ ചെയ്ത് ബാക്ക് ടു ദി ഒറിജിനൽ വോളിയം വന്നു. ഇനി ഇതിനെ നമുക്ക് പരത്തണം. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ പരത്തിയിട്ട് വി ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ ടു എ റെക്ടാങ്കിൾ. ഇത്രയും വലുപ്പത്തിൽ നമ്മൾ അതങ്ങ് പരത്തിയെടുക്കുകയാണ്. ഈ ഒരു പാകത്തിലാണോ ഈ തിക്നെസ് ആണ് വേണ്ടത്? അതുപോലെ ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ടറ്റത്തും യു ഹാവ് ടു ലീവ് എ ലിറ്റിൽ ഗ്യാപ്പ്. ഇനിയിപ്പോൾ ഒരറ്റത്തുനിന്ന് നമ്മൾ ഇതിനെ ഉരുട്ടും. ഈ നീളത്തിൽ തന്നെയാണോ ഉരുട്ടി? അതെ അതെ. വരുമ്പോൾ നമ്മൾ ആ ഏപ്രിക്കോട്ട് ജ്യൂസും കൊണ്ട് ഇച്ചിരൊന്ന് അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഒക്കും. അപ്പൊ ഇതിങ്ങനെ ഉരുട്ടി കഴിഞ്ഞിട്ട് കത്തിപ്പൊടിയിൽ മുക്കിയിട്ട് നമ്മളിതിനെ പകുതിയായിട്ട് അങ്ങ് മുറിക്കുക. മുറിക്കുമ്പോൾ ഒരറ്റത്തുനിന്ന് അങ്ങ് അറ്റം വരെ മുറിക്കരുത്. സൈഡ് അറ്റം വരുമ്പോഴത്തേക്ക് കുറച്ച് വിട്ടിട്ടേ എടുക്കാവൂ. ഇവിടെ ഏറ്റവും താഴത്തെ പോർഷൻ. അതെ. ഇച്ചിരി ജെന്റിലായിട്ട് ഹാൻഡിൽ ചെയ്യണം. ബട്ടർ ചെയ്ത് ഒരു ഡിഷ് എടുത്ത് ഡിഷിനകത്ത് വെക്കാതെ അത് പുറത്ത് വെക്കുകയായിരിക്കും ഭംഗി. എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് ഒരിച്ചിരി ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതിനെ ഞാൻ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വെക്കണം. ഇതിനി ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കുഴച്ചപ്പം 1.5 മണിക്കൂറാ പൊങ്ങാൻ എടുത്തതെങ്കിൽ ഇനിയത്തത് 3/4 മണിക്കൂർ, നേർ പകുതി സമയമാണ് അത് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം അതിനെ ബേക്ക് ചെയ്യാൻ വെക്കാൻ. ഇനി നമുക്കിതിനെ അവനകത്ത് വെച്ച് ബേക്ക് ചെയ്യാം. 180-ൽ യു ഹാവ് ടു ബേക്ക് ഫോർ ഒരു 20 to 25 minutes. ഇപ്പൊ ഏകദേശം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഏപ്രിക്കോട്ട് ആൽമണ്ട് ബ്രെയ്ഡും റെഡി ആയിട്ടുണ്ട് അല്ലേ? പെപ്പേർഡ് എന്ന് പറയുമ്പം ഓൾ ദ പെപ്പേഴ്സ്, ഇറ്റ്സ് നോട്ട് ആക്ച്വലി കുരുമുളകല്ല, ദ പെപ്പർ, ദ റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കം. എന്ത് ഡിഷാണ് നമ്മളിപ്പോ തയ്യാറാക്കാൻ പോകുന്നത്? ഇതിന് ഡബിൾ ചോക്ലേറ്റ് ഡിലൈറ്റ് എന്ന് പറയും. ഡെസേർട്ട് ആണല്ലേ? ഡെസേർട്ട് ആയിട്ട്. ആൻഡ് ഇറ്റ്സ് സംതിങ് ദാറ്റ് പിള്ളേർക്ക് വരെ ചെയ്യാം. അത്ര എളുപ്പമാണ്. 1.5 മിനിറ്റ് എടുക്കത്തുള്ളൂ. അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടത്? അതിന് 1/4 കപ്പ് ഓഫ് മൈദ,
quarter cup of sugar, 2 tablespoon of cocoa, 1/2 teaspoon coffee powder, quarter teaspoon soda പൊടി, ഒരു പിഞ്ച് ഉപ്പ്, ഒരു മുട്ട, ബട്ടർ മിൽക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ മിൽക്കും 3 ടേബിൾ സ്പൂൺ ഓയിലും. പിന്നെ ഞാൻ പക്ഷേ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു കുറച്ച് റം എസൻസും കൂടെ ചേർക്കും. അത്രേ ഉള്ളൂ. സ്പെഷ്യാലിറ്റി കൊടുക്കാൻ, ക്രിസ്മസ് സ്പെഷ്യാലിറ്റി കൊടുക്കാൻ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ? ശരി. മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തേച്ചാൽ മതി, ഒരുപാടൊന്നും ബീറ്റ് ചെയ്യണ്ട. അതിനകത്തോട്ട് ആ 3 ടേബിൾ സ്പൂൺ ബട്ടർ മിൽക്ക്, കോഫി പൗഡർ ആണ് ചേർത്തിരിക്കുന്നത്. അതെ, ശകലം റം എസൻസ് ചേർക്കും, കപ്പിൾ ഓഫ് ഡ്രോപ്സ് മതി. ഇത് ക്വാർട്ടർ കപ്പ് ഓഫ് ഷുഗർ അളന്ന് വെച്ചേക്കുന്നത്, ക്വാർട്ടർ കപ്പ് ഓഫ് മൈദ, അതിന്റെ കൂടെ 1 നുള്ളി ഉപ്പും ചേർത്തിട്ടുണ്ട്. അതെ, ആൻഡ് കോക്കോ പൗഡർ. അത് ഇച്ചിരി ലിക്വിഡി ആയിട്ടിരിക്കും, പക്ഷേ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. നൗ സ്ലൈറ്റ്ലി ഒന്ന് ഓയിൽ ചെയ്തെടുക്കുക. ഇതിനെ കൂടുതൽ ടേസ്റ്റി ആക്കാനായിട്ട് ബട്ടർ ഉരുക്കി വേണമെങ്കിലും ചേർക്കാം. ഇതിന്റെ കൂടെ അല്ല, ഈ ഓയിലിന് പകരം ചേർക്കാം. ഒരു 3/4 പങ്ക് നിറയ്ക്കാവൂ. അപ്പൊ ഈ വൈറ്റ് ചോക്ലേറ്റ്സ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതിന്റെ കൂടെ തന്നെ ചെയ്യാം. ഇതിനെ ഇനിയിപ്പം മൈക്രോവേവ് ചെയ്യുക. മൈക്രോവേവ് ചെയ്യുമ്പം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, 1100 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ വാട്ട്സ് പവർ ഉള്ള മൈക്രോവേവ് ആണെങ്കിൽ 1.5 മിനിറ്റ് സമയം കുറച്ച് മതി. അല്ല, പവർ കുറഞ്ഞ മൈക്രോവേവ് ആണെങ്കിൽ കൂടുതൽ നേരം, എന്നാലും 2 മിനിറ്റ്സിൽ കൂടുതൽ അതിനെ ബേക്ക് ചെയ്യരുത്. അപ്പൊ അത് തയ്യാറാവുന്ന ആ ഒരു ഇത് നമുക്ക് കണ്ടാൽ അറിയാം, നല്ല ഭംഗിയായിട്ട് അത് പൊങ്ങി വരും. പിന്നെ കുറച്ച് ലിക്വിഡി ആയിരിക്കും സൈഡ്, പക്ഷെ അങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കണം. അപ്പൊ നമുക്കിനി മൈക്രോവേവ് ചെയ്യാം. ഇപ്പൊ 1.5 മിനിറ്റ് ആയി. റെഡി ആയിട്ടുണ്ട്. ബേക്ക് ചെയ്ത ഒരു എഫക്ട് തന്നെയാണ് വരുന്നത് സെന്റർ പോർഷൻ. അതെ, ഈ സൈഡില് ഒരു ഇച്ചിരി ലിക്വിഡി ആയിട്ട് തോന്നും, പക്ഷേ ദാറ്റ് ഇസ് ജസ്റ്റ് അതിന്റെ ചോക്ലേറ്റ് സോസ് എന്നേ ഉള്ളൂ. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. സോ നൗ വെൻ യു ഓപ്പൺ ഇറ്റ്, ഇതിനകത്ത് ആ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിരിപ്പുണ്ടാവും. ആ സെന്റർ പോർഷനിൽ തന്നെ വൈറ്റ് ചോക്ലേറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പ്ലീസ്. നല്ല ചൂടാണ്. അത് വാം ആയിട്ടാണ്, ഇതൊരു വാം ഡെസേർട്ട്. ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ആണ് മെയിൻ ആയിട്ട്. അതെ. ഈ ക്രിസ്മസ് വിഭവങ്ങൾ എല്ലാവരും തന്നെ തയ്യാറാക്കി നോക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ വനിത ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതുമയാർന്ന മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം.